ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് കാലത്തുള്ള വീഡിയോ ആണ് കേട്ടോ. കാലത്ത് നമ്മളെ പൊന്നാനി സ്പെഷ്യൽ മുട്ടപ്പത്തിരിയും പാൽച്ചായയും. അപ്പോൾ മോളെ ഫ്രണ്ട് ഇവിടെ 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം അവളെ അനിയന് ആക്സിഡൻ്റ് ആയിട്ട് അമല ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇവർ 10ാം ക്ലാസ് അല്ലേ, അപ്പോൾ ക്ലാസ് മിസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചതാണ്. അപ്പോൾ അവർ വിട്ടുങ്ങിട്ട്, പക്ഷെ അവളിവിടെ വരുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീടായിട്ട് പൊരുത്തപ്പെടുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം അവളത് അത്യാവശ്യം വലിയ വീടാണ്, അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരല്ലേ. അപ്പോൾ കുട്ടികൾ ഇവിടെ വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അവരെ സ്കൂളിൽ പറഞ്ഞിപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇന്നത്തെ ദിവസം ഒരു 3 മുട്ട ചട്ടിപ്പത്തിരിക്ക് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് വന്ന്. അന്ന് നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ്. കാലാവസ്ഥ പെട്ടെന്ന് വെച്ചിട്ട് മാറിയതാണ്. അങ്ങനെ നല്ല മഴ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ വന്നിട്ട് ചട്ടിപ്പത്തിരിക്കുള്ള മാവൊക്കെ സെറ്റ് ചെയ്ത്, ചിലപ്പോൾ നമ്മൾ മൈദ ദോശ ഇട്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാറുണ്ട്. ഇത് ഇവർക്ക് ഇഷ്ടം ചപ്പാത്തി, മൈദ ചപ്പാത്തി ഇങ്ങനെ ചുട്ടിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അവർക്ക് ഇഷ്ടം. അപ്പോൾ ഈ വർക്ക് എനിക്ക് തന്നത് ഫസ്റ്റിൽ ഞങ്ങൾ വാടകയ്ക്ക് നിന്നിരുന്നു, അതിൻ്റെ അടുത്തുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അന്നൊന്നും എനിക്ക് ആരും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ മുന്താസ് നസീം എന്നാണ് അവരെ പേരിട്ടാ. അപ്പം അവർ മോൻ്റെ കൂടെ എൻ്റെ മോൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർ പോയിട്ട് കുട്ടികൾ പോയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് കേക്ക് ഉണ്ടാക്കുന്ന താത്ത ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഇവർ 2 പേരും വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ കേക്ക് മാത്രം ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവരെന്നോട് കേക്ക് മാത്രം ചെയ്യുന്നുള്ളതാണെന്ന് അറിഞ്ഞ് അങ്ങനെ അവർ പിന്നീട് വീട്ടിൽ പോയതിൻ്റെ ശേഷം പറഞ്ഞാൽ ഈ കോഴ ഉണ്ടാക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല പറഞ്ഞു. അത് നീ ഒന്ന് ഉണ്ടാക്കാൻ, അത് എന്തായാലും ശരിയാവും ഈ ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉറപ്പൊന്നുമില്ല എന്നറിഞ്ഞു. കുഴപ്പമില്ലായിട്ട് ഞങ്ങൾക്കല്ല ഈ ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കോഴ ഉണ്ടാക്കിയത് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അവർ നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ചട്ടിപ്പത്തിനും ഫസ്റ്റത്തെ വർക്ക് അവർ തന്നെ തന്നത്. ഈ പഴനിറവ്, ചിരട്ടമാല, ഇതെല്ലാത്തിൻ്റെ വർക്ക് ഫസ്റ്റ് തരുന്നത് അവരാണ് കേട്ടോ. എന്നിട്ട് അവർ നല്ലൊരു അഭിപ്രായം പറയും. എന്നിട്ട് അവർ അയൽവാസികളോട് അവരെ ആൾക്കാരോടൊക്കെ പറയും ഇങ്ങനെ ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ വർക്ക് വരുന്നതാണ് കേട്ടോ. പക്ഷേ ഈ വർക്കുകളൊക്കെ ഫസ്റ്റ് എനിക്ക് തരുന്നത് അവരാണ്. അങ്ങനെയാണ്. എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ 3 ചപ്പാത്തി പരത്തിയിട്ട് ഇങ്ങനെ അട്ട് ചെയ്ത് വെച്ചിട്ട് ചുട്ടെടുത്തിട്ട് ഇങ്ങനെ അടർത്തി എടുക്കുക തന്നെ. അപ്പോൾ ഇങ്ങനെ നല്ല നൈസായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ ചപ്പാത്തി ചുട്ടതിന് ശേഷം പിന്നെ ഇന്നത്തെ ദിവസം തന്നെ ഒരു 3 കേക്കിനുള്ള വർക്ക് ഉണ്ടായിരുന്നു. കേക്കൊക്കെ തലേന്ന് ക്രംകോട്ട് ചെയ്ത കാരണം നമുക്കിത് ഫ്രീ ആയിട്ട് ചെയ്യല്ലെന്ന് വെച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ്. പക്ഷേ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവരായിട്ട് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് പിന്നെ ഹറിബറി പെട്ടെന്നുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ മസാല ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പിന്നെ കേക്കിൻ്റെ വർക്കിലോട്ട് നിന്നിട്ടാ. അപ്പോഴത്തേക്കും കേക്കിന് ഓരോരുത്തർ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്പീഡിലാണ്ട് കേക്കിൻ്റെ വർക്ക് ചെയ്തിട്ട് കുട്ടികൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഒരു ചട്ടിപ്പത്തിരി ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കിയെന്ന് അറിഞ്ഞില്ല, അത് മുറിച്ചിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മോനെ മദ്രസയിലാക്കിയിട്ട് പിന്നെ ഞാൻ ഓരോ കേക്ക് ഡെലിവറിക്കും പോയിട്ടാ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.